കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ദിവസം ഇന്ന് നമ്മൾ രാവിലെ ഒന്ന് താമസിച്ചാണ് എണീറ്റത്. നമ്മൾ 3 മണിക്കാണ് എത്തിയത്. അതിനുശേഷം നമ്മൾ എണീറ്റപ്പോൾ ഒരുപാട് താമസിച്ചു. അപ്പം ഞാൻ നേരെ നമ്മൾ മീനൂട്ടീനെ വിളിച്ചുണർത്തിയതാണ്. മീനൂട്ടി എണീറ്റായിരുന്നു. എണീറ്റ് ഉടനെ ഞാൻ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് തിരിഞ്ഞു. ഞാൻ നേരെ ഒരു ചിക്കൻ കടയുണ്ട് അടുത്തുള്ള, നമ്മുടെ ഹലാൽ ചിക്കൻ. നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര തിരക്ക്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 2.5 കിലോയുടെ ഒരു ചിക്കൻ ഒപ്പിച്ചു. അങ്ങനെ ചിക്കനും വാങ്ങി ഞാൻ നേരെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി നമ്മളൊരു പാത്രത്തിൽ ചിക്കനൊക്കെ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ 2 പേരും എണീറ്റ് വന്നു. അപ്പോഴവർ ഒന്ന് റെഡിയായൊക്കെ ഒന്ന് സെറ്റായി വന്നതേ ഉള്ളുമായിരുന്നു. അവർ റെഡിയായി വന്നു. അപ്പം നമുക്ക് ചിക്കൻ വൃത്തിയാക്കുന്ന സമയം ഇവിടെ അടുത്ത് നമുക്ക് അടുക്കളയിൽ വേറെയും ചില്ലറ പണികളുണ്ട്. ചിക്കൻ്റെ ബാക്കിയുള്ള പണികളുണ്ടല്ലോ. നമ്മളെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ എടുത്ത് വെച്ചു. അത് കറി വയ്ക്കാൻ വേണ്ടിയുള്ളത് അത് അങ്ങനെ കറി വയ്ക്കാൻ വേണ്ടി അത് സെപ്പറേറ്റ് എല്ലാം ചെയ്ത് വെച്ചു. അപ്പൊ ഇത് സ്പീഡപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറ എല്ലാ കാര്യങ്ങളും മീനൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. മീനൂട്ടിയാണ് ഇതിപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ നേരെ ഇത് പൊരിക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി എല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അരപ്പെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വയ്ക്കണമല്ലോ. അപ്പോൾ ചിക്കൻ കറി വയ്ക്കുന്നതിൻ്റെതും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, പിന്നെ ഒന്നും പറയാതിരിക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ദിവസം നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോയി ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് പറഞ്ഞാൽ ചിക്കൻ ഞാൻ വിചാരിച്ചു നമുക്ക് ചിക്കൻ കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ കൂട്ടുകാർ, നമ്മൾ 1-2 കൂട്ടുകാരോടെ വന്നായിരുന്നു. അവർക്കൊന്നും ചിക്കൻ കിട്ടിയില്ല. അപ്പം ഞാൻ പോയി നേരെ നിന്ന്. അതെ. പിന്നെ അതിനുശേഷം നമ്മൾ ഇത് നേരെ ദോശ ഉണ്ടാക്കണം. നമ്മുടെ വാവച്ചിക്കുട്ടി നേരെ ദോശ ചൂടാൻ പോയി കേട്ടോ. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ക്രിസ്മസ് ദിനത്തിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. അതെ, ഇന്നത്തെ ദോശയും ചിക്കൻ കറിയാക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും അപ്പൊ അമ്മ പാല് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ചായക്കുള്ളത് രാവിലെ തന്നെ കൊണ്ടുവന്നു കേട്ടോ പാല്. അതെ, നിങ്ങൾ ചായ ഇട്ട് കുടിച്ചോ എന്ന് പറയുന്നത്. അതെ, ദോശ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചായയായി. ചായയെല്ലാം റെഡിയായി. ഈ സമയം ഒരുപാട് താമസിച്ചോ നമ്മളിതിപ്പോ 10-11 മണി അടുപ്പിച്ചായോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയം. പിന്നെ നമ്മള് അപ്പൊ ഉച്ചക്കുള്ള പൊരിച്ച പപ്പടം വേണമല്ലോ. അപ്പൊ പൊരിച്ച പപ്പടത്തിന് വേണ്ടി നേരെ എണ്ണയൊക്കെ വെച്ചു. അത് നമ്മൾ കുറേ പപ്പടമൊക്കെ അങ്ങ് പൊരിച്ച് മാറ്റാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമേ അതങ്ങ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നേരെ പപ്പടം പൊരിച്ചു മാറ്റി. അതിനുശേഷം നമുക്കെന്താ, നമ്മുടെ പൊരിക്കേണ്ട സാധനം, അടുത്ത ഐറ്റം എന്താണ്, നമ്മുടെ ചിക്കൻ. അപ്പോൾ ചിക്കൻ എൻ്റെ മീനൂട്ടിക്കും ബാവച്ചിക്കും കൂടെ പൊരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറേ ഒരു 5-6 കഷ്ണം എടുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ അതിനെ എടുത്ത് പൊരിക്കാൻ വേണ്ടി വെച്ചു. അതായത് കണ്ടല്ലോ, എന്നാൽ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ചെയ്ത് കുറച്ച്, അത് ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, 5-6 പീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് മാത്രം പൊരിച്ചു വെച്ചാലും ഇരിക്കത്തില്ലല്ലോ. ഇരിക്കത്തില്ല എന്ന് മാത്രമല്ല, നമ്മളങ്ങനെ ഓവറായിട്ട് പൊരിച്ചതൊന്നും കഴിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള വല്ലപ്പോഴും മാത്രമാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അതെ, ഈ കൂട്ടത്തില് നമ്മൾ അപ്പുറത്ത് ചിക്കൻ കറി റെഡി ആവുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടാവുന്നുണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊരിച്ച ചിക്കനും ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് അതും കൂടെ ഒന്നെടുത്ത് നമ്മളൊരു പ്രത്യേകം സ്പെഷ്യൽ അല്ലേ, അപ്പോൾ എല്ലാം പ്രത്യേകം നമ്മൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്ന് കരുതി ഞാൻ ഒരു പാത്രത്തിലോട്ട്, മീനുകുട്ടിയുടെ സ്നാക്സ് പാത്രത്തിലോട്ടാണ് ഞാൻ അതങ്ങ് മാറ്റിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ റെഡിയായി, ദോശ റെഡിയായി. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ചേട്ടന് വേണ്ടിയിട്ട് അമ്മ അപ്പുറത്തുനിന്ന് ബീഫ് കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബീഫ് കറി അപ്പുറത്തുനിന്ന് അമ്മ കൊണ്ടുവന്നു. ബീഫായിരുന്നു. ചായ ഒഴിച്ചു. നമുക്കതാ ചായ റെഡി. ബീഫ് കറിയും ദോശയും ചായ. എന്റെ വാവച്ചിക്കുട്ടിക്ക് ചിക്കനും ദോശയും ചായ. മീനുകുട്ടിക്ക് ചിക്കൻ ഫ്രൈയും ദോശയും ചായ. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ക്രിസ്മസിലെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചത് 11:30-12 മണി അടുപ്പിച്ച്. അതെ, സത്യം പറഞ്ഞ താമസിച്ചു പോയി. പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മള് പള്ളിയിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വന്നല്ലേ. അതെ, കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മള് 3:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിക്കണം. ഇതിനിടയിൽ നമ്മൾ കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് വന്നാണല്ലേ. അതെ, ഇത് ഗിഫ്റ്റ് കിട്ടിയ നമ്മളെ PM ഹോസ്പിറ്റൽ ചുള്ളിമാനൂർ PM ഹോസ്പിറ്റലിൽ അവര് നമ്മളെ ആട്ടോ സ്റ്റാൻഡിലെ എല്ലാ സഹോദരങ്ങൾക്കും ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് അവര് ഗിഫ്റ്റ് തന്നതാണ്.
അതെ അപ്പോഴും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ വേറെ കേക്ക് വാങ്ങിക്കാൻ പോയില്ല. അതെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. മീനുകുട്ടിയുടെ സർപ്രൈസ് ആയിട്ടാണ് പറഞ്ഞത്, നമ്മള് കേക്കൊന്നും വാങ്ങിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അതെ അതെ അതെ. മീനൂട്ടിക്ക് ഭയങ്കര സർപ്രൈസായി. മീനൂട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ക്രീം കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രീം കേക്ക് വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഇവരുടെ ഗിഫ്റ്റ് കിട്ടിയത് കാരണം ഞാൻ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു, വാങ്ങിച്ചില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് രാത്രി നമുക്ക് കേക്ക് പള്ളിയിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ അതും മീന് കഴിക്കൂല കേട്ടോ. പ്ലം കേക്കാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ഇതാ നമുക്ക് അപ്പുറത്തെ അമ്മയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് കേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അതെ, ഞാൻ പിന്നെ നമ്മളെ വീട്ടിലും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബിരിയാണി വെക്കുന്നതിൻ്റെ തയ്യാറെടുപ്പ്. അതായത് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. അതെ, നമ്മുടെ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്, വേറെ അടുപ്പിലാണ്. അടുപ്പിലാണ് ബിരിയാണിയുടെ ഇതിനെല്ലാം ചോറ് വയ്ക്കാൻ വേണ്ടി വെച്ചത്. തിളച്ച് കിട്ടിയാൽ മതിയല്ലോ. നേരെ അരിയൊക്കെ കഴുകി ഇടാനുള്ള തയ്യാറെടുപ്പ്. അരിയൊക്കെ കഴുകി അപ്പം നേരെ നമ്മൾ കാര്യങ്ങളൊക്കെ സ്പീഡപ്പായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ പാത്രം കഴുകൊക്കെ നടന്നിട്ടുണ്ട്, വെള്ളം കോരൊക്കെ നടന്നിട്ട് അങ്ങനെ ചോറ് റെഡിയായി. നമ്മളത് കഴിഞ്ഞപ്പോൾ ചോറ് റെഡിയായി. നമ്മള് എന്താണ് ഉച്ചയ്ക്ക് രാവിലെയും നമ്മൾ എത്ര മണിക്കായി? വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരമായി. 3 മണി കഴിഞ്ഞായിരുന്നു. 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളിത് കഴിക്കുന്നത്. അതെ, ചോറ്, ചിക്കൻ കറി, ചിക്കൻ, പപ്പടം, സലാഡ്, അച്ചാർ വാങ്ങിയ അച്ചാറാണ് കേട്ടോ ഞങ്ങള് വാങ്ങിച്ചത്. ഞാനാണെങ്കിൽ ബീഫും കൂടെ ചേർത്തായിരുന്നു. എല്ലാം വേറെ ലെവൽ. നമ്മുടെ ക്രിസ്മസിനകത്തുള്ള ഉച്ചി നമ്മുടെ ടൈം തെറ്റി എന്നുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ കുശാലായിരുന്നു കേട്ടോ. അതെ, ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചഫോ അല്ലേ. അതെ അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എണീറ്റപ്പോഴത്തേക്കാണ് മീനൂട്ടിക്ക് ഒരാൾ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഒരാൾ മീനുകുട്ടിയുടെ വലിയച്ഛൻ എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഗിഫ്റ്റുമായിട്ട് കൊണ്ടുവന്നു. നേരെ മീനൂട്ടിയുടെ കയ്യിൽ കൊടുത്തു. മീനൂട്ടി അതൊക്കെ പൊട്ടിച്ച് നോക്കി. മീനൂട്ടിക്ക് സന്തോഷമായി. ഒരു ഇത് പ്ലം കേക്കാണ് കേട്ടോ, ക്രീം കേക്ക് അല്ല, സാധാ പ്ലം കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഗിഫ്റ്റ് തന്നെയാണ്. അല്ല, ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ കട്ട് ചെയ്തില്ല. അപ്പോഴും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരുടെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞു യാത്രയുണ്ട്, അത് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത് പറയാം. എങ്ങോട്ടാണ് പോയെന്നൊക്കെ അടുത്ത് പറയാം. അപ്പോൾ സൈഗസ് വിഷൻ്റെ കുഞ്ഞ് ഡേ മൈ ലൈഫാണ്. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.